ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമാൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ജൂലൈ മാസഫലം ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, രോഹിണി, മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് ജൂലൈ മാസം എങ്ങനെയാകും. അപ്പം നമുക്ക് ഈ ജൂലൈ മാസത്തെ ഫലം പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഈ കൂറുകാർക്കും ഈ ലഗ്നക്കാർക്കും ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെ നോക്കാം. ഇപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ, ആ ശുക്രൻ ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. 26-ന് ആ ശുക്രൻ 2-ാം ഭാവരാശിയിലേക്ക് മാറുന്നു. സൂര്യനാണെങ്കിൽ 16-ന് 2-ൽ നിന്നും 3-ലേക്ക് രാശി മാറുന്നു. ചൊവ്വയാണെങ്കിൽ 4-ല് സ്ഥിതി തുടരുന്നു. ജൂലൈ 28-ന് ആ ചൊവ്വ 5-ലേക്ക് രാശി മാറുന്നു. ബുധനാണെങ്കിൽ 3-ല് സ്ഥിതി തുടരുന്നു. ഗുരുവാണെങ്കിൽ 2-ല് സ്ഥിതി തുടരുന്നു. ശനി 11-ല് സ്ഥിതി തുടരുന്നു. രാഹു 10-ലും കേതു 4-ലും സ്ഥിതി തുടരുന്നു. ഇതാണ് ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി. അപ്പം ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ജൂലൈ മാസത്തിൽ ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും അവരുടെ പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ജന്മരാശിയിൽ മാളവ്യ യോഗാവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ നല്ല ഇമ്മ്യൂണിറ്റി, നല്ല രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ പൊതുവെ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. കാരണം ലഗ്നാധിപന് വളരെ ബലമുണ്ട്. അപ്പോൾ ശരീരസുഖമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. സുഖസ്ഥാനത്ത് 12-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ കേതുവുമായിട്ട് യോഗം ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നു എന്നുള്ളത് കൊണ്ട് മാനസികമായിട്ട് ഒരു പിരിമുറുക്കം ചിലപ്പോൾ ഇവർക്കുണ്ട്. അപ്പോൾ ശാരീരികമായിട്ട് പ്രയാസങ്ങളില്ല, മാനസികമായിട്ട് ഒരു പിരിമുറുക്കം, മാനസികമായിട്ട് ഒരു സുഖക്കുറവ് വേണമെങ്കിൽ ഈ കൂറുകാർക്ക് പറയാം. കുടുംബ അംഗങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടോ ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ അവരുമായിട്ടൊക്കെ ഒരു അകൽച്ചയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം. കാരണം 4-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ 4-ാം ഭാവത്തിൻ്റെ 12-ലേക്ക് ആണ് ജൂലൈ 16-ന് രാശി മാറുന്നത്. അപ്പോൾ അത് അങ്ങനെ സൂര്യൻ്റെ സ്ഥിതി വരുന്നത് കൊണ്ട് അവസാന പകുതിയൊക്കെ ആവുമ്പോൾ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. മാത്രമല്ല സുഖസ്ഥാനത്തിൻ്റെ 12 വരുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കമൊക്കെ ആ സമയത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് തൊഴിൽസ്ഥിതി എങ്ങനെ നോക്കാം. തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ 10-ാം ഭാവാധിപനായിട്ടുള്ള ശനി 11-ല് നിൽക്കുന്ന സമയമാണ്. അതായത് നേട്ടങ്ങളുടെ സ്ഥാനത്താണ്. അപ്പോൾ അത് പൊതുവെ കർമ്മഭാവാധിപതി 11-ല് നിൽക്കുക എന്ന് പറയുമ്പോൾ കർമ്മനേട്ടത്തിന് സാധ്യതയുള്ള സമയമാണ്. 10-ലാണെങ്കിൽ രാഹുസ്ഥിതിയുണ്ട്. ആ 10-ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുള്ള സമയമാണ്. അപ്പോൾ തൊഴിൽ എക്സ്പാൻഷനുള്ള ഒരു ശ്രമം. കാരണം 10-ലൊക്കെ രാഹു നിൽക്കുമ്പോൾ, രാഹു ഏത് രാശി നിൽക്കുമ്പോഴും ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പാൻഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തൊഴിലിലൊരു എക്സ്പാൻഷനുള്ളൊരു ശ്രമം നമുക്ക് ഉണ്ടാകും. അതുപോലെ കൂടുതൽ അംബീഷ്യസ് ആകുന്ന സമയം എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ കൂടുതൽ അംബീഷ്യസ് ആകുകയും നമുക്ക് ആ വർക്ക് ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. പൊതുവെ ആഗ്രഹങ്ങൾ, തൊഴിൽപരമായിട്ടുള്ളൊരു ആഗ്രഹങ്ങൾ സാധിക്കാവുന്ന സമയമാണ് കർമ്മഭാവാധിപനായിട്ടുള്ള ശനി 11-ൽ നിൽക്കുക വഴി കാണുന്നത്. അതേസമയം കർമ്മകാരകനും കൂടിയാണ് ശനി. ആ ശനി യോഗകാരകനും കൂടിയാണ്. അപ്പോൾ ആ യോഗകാരകനായിട്ടുള്ള ശനി ജൂലൈ 13 ആകുമ്പോൾ അല്പം വക്രത്തിൽ സഞ്ചരിക്കുന്നു. 11-ാം ഭാവരാശി തന്നെ വക്രഗതിയിലാകുന്നത്. അത് ആ സമയത്ത്, അതായത് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ തൊഴിലിലൊക്കെ പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്ന ഒരു ചെറിയ ഡിലേ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് സർവീസിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും ഒരു സഡൻ ചലഞ്ചസ് അവിടെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തൊഴിലിടത്ത് ഉണ്ടാകാം. അല്ലെങ്കിൽ ഒരു ആലസ്യമൊക്കെ ആ തൊഴിലിടത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവസാനത്തെ 2
വാരം. അതുകൊണ്ട് പൊതുവേ നമുക്ക് 13 മുതൽ തൊഴിലിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കണം. എന്ന് പറയുമ്പോൾ നമുക്ക് വർക്ക് ടെൻഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. കർമ്മഭാവാധിപൻ ആ 11 വക്രത്തിൽ സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട്ഷിപ്പിലും അതുപോലെ സോഷ്യൽ സർക്കിളിലും ഒക്കെ ഒരു വിചിന്തനം ആവശ്യമായിട്ടുള്ള സമയമാണ്. അതുപോലെ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അവർക്ക് അനുകൂല സമയമാണ്. 16 മുതൽ 3 രവിയും ബുധനും ഒക്കെ യോഗം ചെയ്യുന്നുണ്ട്. 9 അതിൽ ഈ പ്രത്യേകിച്ച് 9 അതിൽ അവരുടെ ദൃഷ്ടി വരുന്നുണ്ട്. സൂര്യനും അതുപോലെ ബുധനും ഒക്കെ 9 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം സർക്കാരിൽ നിന്നൊക്കെ നല്ല ഒരു വാർത്തയൊക്കെ നമുക്ക് ശ്രവിക്കാൻ കഴിയും. അവർ ഇപ്പോൾ തൊഴിലിനൊക്കെ കാത്തിരിക്കുന്നവർക്ക് വേണമെങ്കിൽ നല്ലൊരു ഇൻഫർമേഷനൊക്കെ പ്രത്യേകിച്ച് ആദ്യത്തെ 2 വാരമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമായി കാണുന്നുണ്ട്. വിദേശത്ത് തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും ഈ തൊഴിൽ മാറ്റത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നു. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ, അത് ബിസിനസ് കാരകനാണ് ബുധൻ. ആ ബുധൻ 3 അതുപോലെ 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 7 ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ്. ശുക്രനും 7 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അതുപോലെ ഈ കർമ്മകാരകനായിട്ടുള്ള ശനിയാണെങ്കിൽ 11 ഇവയൊക്കെ വെച്ച് നോക്കുമ്പോൾ ബിസിനസ്സിൽ പൊതുവെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. അതേസമയം ഈ ജൂലൈ 10 മുതലൊക്കെ ആകുമ്പോൾ ആ ചൊവ്വയും അതുപോലെ കേതുവുമായിട്ടൊക്കെ ഒരു യോഗം അവിടെ ആ 4 വരുന്നുണ്ട്. അതുപോലെ അതുപോലെ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ശനി, ആ ശനി 13 മുതൽ വക്രത്തിലും വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ പൊതുവേ നമുക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു തീരുമാനമൊക്കെ നമുക്ക് അവസാനത്തെ പകുതിയൊക്കെ എടുക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഗുരു, ശുക്രൻ, സൂര്യൻ അതുപോലെ ബുധൻ, ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ പൊതുവെ ഇഷ്ടസ്ഥാനങ്ങളിലാണ്. അപ്പോൾ പഠനത്തിലും പരീക്ഷകളിലും ഒക്കെ തന്നെ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇവർക്ക് ആ ഗ്രഹങ്ങൾ സഹായകമാകും. കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ അവർക്ക് കഴിവ് തെളിയിക്കാൻ കഴിയും. കൂടുതൽ പ്രയത്നം നടത്തുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷകളിൽ ഉയർന്ന സ്കോറൊക്കെ കരസ്ഥമാക്കാനും അത് വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക. പൊതുവേ അവരുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, ഉന്നത പഠനം നടത്തുന്നവർക്ക് ഒക്കെ തന്നെ പ്രത്യേകിച്ച് ആ മാസത്തിൻ്റെ അവസാന പകുതിയൊക്കെ ആകുമ്പോൾ വളരെ ഗുണാനുഭവം ഉണ്ടാകും. ഗവേഷണ വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 11 ശനി, 11ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആണെങ്കിൽ ധനസ്ഥാനത്ത് നിൽക്കുന്ന 2ഉം 11ഉമായിട്ടുള്ളൊരു ബന്ധം, ഇത് ധനാഗമം കൂട്ടും. അതേസമയം 13 മുതൽ 11 നിൽക്കുന്ന ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ധനനേട്ടം അവസാന പകുതിയൊക്കെ ആകുമ്പോൾ നമ്മൾ ധനനേട്ടം ഉണ്ടാകുമെങ്കിലും അതിലൊരു വേഗതക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ അനാവശ്യ ചെലവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ജന്മരാശിയിൽ ശുക്രൻ നിൽക്കുന്നുണ്ട്. ആ ശുക്രനാണെങ്കിൽ നമുക്ക് ഈ ശുക്രൻ 26 ആവുമ്പോൾ ജന്മരാശിയിൽ നിന്നും ധനസ്ഥാനത്തേക്ക് രാശി മാറുന്നുണ്ട്. അവിടെ ശുക്രനും ഗുരുവുമായിട്ടൊക്കെ ഒരു ബന്ധം ആ 2 വരുന്നുണ്ട്. അതായത് ഒരു ലക്ഷ്മി നാരായണ യോഗാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സാമ്പത്തികമായിട്ട് കുറച്ച് ഗുണാനുഭവം ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് ഉണ്ടാകാവുന്ന ദോഷം പരിഹരിക്കുന്നതിന് ആ ധനസ്ഥാനത്ത് ഗുരുവും ശുക്രനുമായിട്ടുള്ളൊരു ബന്ധം അവസാനത്തെ വാരം വരുന്നത് ഗുണം ചെയ്യും എന്ന് പറയാം. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പം വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ്. കാരണം 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 7 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. 7 ശുക്രൻ്റെ ദൃഷ്ടിയുള്ള സമയമാണ്. അപ്പോൾ പൊതുവെ വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അവസാന വാരമൊക്കെ ആവുമ്പോൾ ചൊവ്വ 5 രാശി മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് ഈ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം
പുതിയ പ്രണയബന്ധങ്ങൾക്കൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ 7 ആ ശുക്രൻ്റെ ദൃഷ്ടി, അതുപോലെ അത് ദാമ്പത്യ ബന്ധം സന്തോഷകരമാക്കും. എങ്കിലും 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ ദൃഷ്ടിയും കുജൻ്റെ ദൃഷ്ടിയും 7ൽ വരികയാണ്. അപ്പോൾ ഒരു പ്രണയബന്ധം പോലെയുള്ള ഒരു അവസ്ഥയൊക്കെ ഇവിടെ ഉണ്ടാകും. അപ്പോൾ കുറച്ച് ഇൻറ്റിമസിയൊക്കെ അവരുടെ ഭാഗത്ത് ഉണ്ടാകാവുന്ന സമയമാണ്. അതേസമയം ദൂരയാത്രകൾക്കും ഷോപ്പിങ്ങിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആ ശുക്രൻ്റെ 7ലെ ദൃഷ്ടി കൊണ്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 10 മുതൽ ചൊവ്വ കേതുവുമായിട്ട് 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ കേതുവുമായിട്ടൊക്കെ ഒരു യോഗം വരുന്നത് കൊണ്ട് കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ അല്പം ഒരു സന്തോഷക്കുറവ് അവിടെ കാണുന്നുണ്ട്. കാരണം 4ാം ഭാവസ്ഥാനത്ത് സുഖസ്ഥാനത്താണ് ആ ചൊവ്വയുടെയും കേതുവിൻ്റെയൊക്കെ യോഗം വരും. ചൊവ്വ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ ഗ്രഹമാണ്. കേതു ആണെങ്കിൽ ഒരു കോൺട്രാക്ഷൻ്റെ ഗ്രഹമാണ്, ഒരു സംതൃപ്തി ഇല്ലായ്മയുടെ ഗ്രഹമാണ്. ഇപ്പം കുജനും ആ കേതുവുമായിട്ടുള്ള ഒരു യോഗം 4ൽ വരുമ്പോൾ, പ്രത്യേകിച്ച് ആ കുടുംബസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ കുടുംബകാര്യങ്ങളൊക്കെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് ചിലപ്പോൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല കുജൻ 12ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 12ാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം 4ൽ സുഖസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ അതും പ്രത്യേകിച്ച് മാതാവുമായിട്ട് ഭിന്നത, അല്ലെങ്കിൽ മാതാവിനെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവയൊക്കെ നമ്മൾ അവയിലൊക്കെ ഒരു കരുതൽ വേണം. അതുപോലെ ചിലർക്ക് ഇപ്പോൾ വീട്, വാഹനം ഒക്കെ ചിലപ്പോൾ റിപ്പയർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വീട് നവീകരിക്കുന്നതിനോ ഒക്കെ സാധ്യതയും കൂടെ കാണുന്നുണ്ട്. അതൊക്കെ പൊതുവെ നമുക്ക് ഈ കുടുംബ ചെലവ് കൂടുന്നതിന് ഇടയാക്കും. പ്രത്യേകിച്ച് 12ാം ഭാവാധിപൻ 4 വന്ന് നിൽക്കുന്നു. അപ്പോൾ അതൊക്കെ വരുമ്പോൾ പൊതുവെ നമുക്ക് ഇപ്പോൾ ദൂരയാത്രകളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കുടുംബകാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലപ്പോൾ നമുക്ക് ചെലവ് കൂടാൻ സാധ്യത കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ ജൂലൈ 4, 5, 6, 9, 10, 18, 19 ഈ തീയതികൾ പ്രത്യേകിച്ച് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും അത്ര അനുകൂല ദിവസമായി കാണുന്നില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ പൊതുവെ ഒരു ഗുണാനുഭവങ്ങളൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിവതും ഈ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഈ ദിവസങ്ങൾ അതിനുവേണ്ടി സെലക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കഴിവതും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ഇടവക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാരുടെയും അതുപോലെ ഇടവ ലഗ്നക്കാരായി വരുന്ന വ്യക്തികളുടെയും പൊതുഫലമാണ്. ഇപ്പം ഇടവക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് ഇടവലഗ്നം വരാം. അതേസമയം അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികൾ വരും. ഇപ്പം ഇടവക്കൂറും ഇടവലഗ്നവുമായിട്ട് വരുന്നവർക്ക് ഈ ഫലത്തിൽ വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല. അതേസമയം ഇടവക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ട് വരികയും, അതായത് ഇടവലഗ്നമല്ലാതെ മറ്റ് ലഗ്നരാശിയിൽ വരികയാണെങ്കിൽ അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ ജൂലൈ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം അവർക്ക് കിട്ടും. അപ്പം പൊതുവെ നമുക്ക് മാത്രമല്ല, ഇപ്പോൾ ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഇപ്പോൾ നടക്കുന്ന ദശ അപകാരമൊക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതും കൂടെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഗുണാനുഭവം കൂടാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.